ജൂലൈ 29 രാത്രി അന്ത്യയാമത്തിൽ, അതായത് ജൂലൈ 30 പ്രഭാതത്തിൽ തെക്കേ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ 3 ഗ്രാമങ്ങളെയാണ് തുടച്ചു നീക്കിയത്. ആ ഭീകര ദൃശ്യം ഇപ്പോഴും കനത്ത ആഘാതമായി തന്നെ നമ്മെ പിന്തുടരുകയാണ്. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ഈ വാർത്തയെല്ലാം കണ്ടറിഞ്ഞ് അതായത് വീഡിയോയിലൊക്കെ കണ്ടറിഞ്ഞ് അവസാനം വയനാട് സന്ദർശിക്കുന്നു. അദ്ദേഹം വയനാട് സന്ദർശിച്ച് വളരെ കരുതലോടെ വയനാടിനെ ചേർത്ത് പിടിച്ച് ആണ് അദ്ദേഹത്തിൻ്റെ അതായത് സാധാരണ രീതിയിലെ പ്രധാനമന്ത്രിമാർ ഇത്തരം അപകട മേഖലകളിലൂടെ ഇറങ്ങി നടന്ന് കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അസാധാരണമായ കാര്യമാണ്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി അതൊന്നും വകവയ്ക്കാതെ, അതിലെയുള്ള കാൽനട യാത്രയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പോലും വകവയ്ക്കാതെ കാൽനടക്കാരനായിട്ട് തന്നെ ഏറെ ദൂരം നടന്ന് പിന്നെ ഹെലികോപ്റ്ററിലും ഒക്കെയായി ചുറ്റി കണ്ടു. അതുമാത്രവുമല്ല, പുനരധിവാസ ഹോസ്പിറ്റൽസിൽ അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഒക്കെ പോയി അവരെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരോട് ചേർത്ത് പിടിച്ച് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം അദ്ദേഹം അവിടുത്തെ ആ ദുരന്തത്തിൻ്റെ ഭീകരത അതുപോലെ തന്നെ ഉൾക്കൊണ്ട് തീർച്ചയായും ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും, ഞാൻ ഇതിന് വേണ്ടത്ര കഴിയുന്നത്ര സഹായം വയനാടിന് നൽകിയിരിക്കും എന്ന ഒരു ശരീരഭാഷ നമുക്കൊക്കെ കാണിച്ചു തന്ന് അനുഭവഭേദ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇത്രയും ദിവസമായെങ്കിലും നമ്മുടെ കണക്കുകൾ അങ്ങോട്ട് ചെന്നില്ല, നമ്മുടെ റിക്വസ്റ്റ് നമ്മുടെ മെമ്മോറാണ്ടം ചെല്ലാതെ, ദുരന്തവുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട് ഇതുവരെയും നമുക്ക് ഫണ്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ചെലവിൻ്റെ കണക്കുകൾ അതായത് ഗവൺമെൻറ് ഒരു പൈസ പോലും ചെലവഴിക്കാത്തിടത്തൊക്കെ ലക്ഷങ്ങളും പതിനായിരങ്ങളും കോടികളും ചെലവഴിച്ചു എന്ന രീതിയിൽ ഒരു കള്ളക്കണക്കുണ്ടാക്കി കേന്ദ്രത്തെ പറ്റിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് അതിനെ എല്ലാവരും നമ്മുടെ സമൂഹം വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു കാരണവശാലും അത് ചെലവഴിച്ച കണക്കായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലയിൽ നിന്ന് വരുന്ന നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ആ ഫണ്ടിന്റെ കീഴിൽ കൊടുക്കേണ്ട ഒരു മെമ്മോറാണ്ടം. നമുക്ക് എത്ര ഫണ്ട് വേണം? നമ്മൾ ഓർക്കണം, ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് 2262 കോടിയാണ്. ഒരുപക്ഷെ 2262 കോടി എന്ന് പറയുന്നത് പോലും വളരെ ചെറിയ തുകയായിരിക്കും. കാരണം നമുക്ക് രൂപ കൊണ്ട് എഴുതി തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല 3 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി എന്നത്. എങ്കിലും അതിനൊരു മോണിറ്ററി, ഒരു പണത്തിന്റെ നിറം കൊടുത്ത് 2262 കോടി കൊണ്ട് അവിടെ പോയത്രയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് കരുതി ഉണ്ടാക്കിയ ഒരു കണക്ക്. ആ കണക്കിൽ പറയുന്ന 2262 കോടി രൂപയാണെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ ചെറിയ ഒരു തുകയാണ് ഇങ്ങനെ കണക്ക് കൂട്ടി ഓരോ ഐറ്റത്തിന്റെ വയസ്സായിട്ട് കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത്. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ആയിട്ട് അത് കണ്ടു. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും വലിയ ക്രിറ്റിസിസമാണ്. ഇത് കേന്ദ്രത്തെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഒരു പൈസ പോലും അവിടെ ചെലവഴിക്കാതെ സന്നദ്ധ സേവന സംഘടനകളും ഒക്കെ ചെലവഴിച്ച ഫണ്ട് പോലും കേന്ദ്ര സംസ്ഥാനത്തിന്റെ പോക്കറ്റിൽ നിന്ന് ചെലവഴിച്ചു എന്ന രീതിയിൽ കള്ളക്കണക്കുണ്ടാക്കി കേന്ദ്രത്തെ പറ്റിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും അതിനെ കാണുന്നത്. നമ്മുടെ അപ്രോച്ച് അപ്പോൾ ശരി, അത് ഇവിടെ മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുകയായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. മുഖ്യമന്ത്രി അത് പറയുന്നതിന് മുൻപ് തന്നെ ചീഫ് സെക്രട്ടറി, അതായത് ചീഫ് സെക്രട്ടറിയെ പറ്റി തന്നെ പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അവരെ അറിയാം. ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ്, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ പറ്റിയുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കുടുംബശ്രീയുടെ ഡയറക്ടറായിട്ടിരിക്കുകയായിരുന്നു അന്ന് ശാരദാ മുരളീധരൻ. അപ്പോൾ അവരെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഷീസ് ജെം ഓഫ് എ വുമൺ എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമാണ്. അതായത് LDF ഏത് രാഷ്ട്രീയ ചിന്താഗതിയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
സമഭാവനയോടെ എല്ലാവരെയും കാണുകയും തൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വനിതയായിട്ടാണ് അന്നേ എനിക്ക് ശാരദാ മുരളീധരനെ തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അവർ ചീഫ് സെക്രട്ടറി പൊസിഷനിൽ ഇരുന്ന് പറയുകയാണ്, ഇതങ്ങനെ അല്ല, ഒരു മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ ഗവൺമെന്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന റെസ്പോൺസ് ഫണ്ട് കിട്ടണമെങ്കിൽ അവർ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു മെമ്മോറാണ്ടത്തിന്റെ ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പൊ ആ ഫോമാറ്റ് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് എഴുതുമ്പോൾ ഇതുവരെ നമ്മൾ കാര്യമായിട്ട് ചെലവഴിച്ചിട്ടില്ല, അപ്പൊ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പക്ഷെ നമുക്ക് ചെലവില്ലേ, നമുക്ക് മുഴുവൻ ചെലവ് 2262 കോടിയുടെ ചെലവ് വരുമെന്ന് ഉറപ്പാണ്. അപ്പോഴാണ് അവർ പറയുന്നത് ആ ഫോമാറ്റ് അനുസരിച്ച് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ 2262 കോടിയുടെ ഒരു ചെറിയ ഭാഗം ആ കേന്ദ്രത്തിൽ നമുക്ക് എങ്കിൽ പോലും ക്ലെയിം ചെയ്യാൻ, ഇങ്ങനെ ഒരു കണക്ക് എഴുതിയപ്പോൾ പോലും ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ആ ഫോമാറ്റിൽ അനുസരിച്ച് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോമാറ്റിൽ ഇത്തരം കണക്കുകൾ എഴുതി ചേർത്തത്. അല്ലാതെ വഞ്ചിക്കുക, പറ്റിക്കുക എന്നൊരു ഉദ്ദേശമില്ല എന്ന അർത്ഥം വരത്തക്ക രീതിയിലാണ് ചീഫ് സെക്രട്ടറി പത്രപ്രവർത്തകരോടും സംസാരിച്ചത്. അത് കഴിഞ്ഞ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ കണക്ക് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിന്റെ മെമ്മോറാണ്ടം ഫില്ല് ചെയ്യുന്നതിന് അതിനുവേണ്ടി റിക്വസ്റ്റ് അതിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്, അതല്ലാതെ കള്ളത്തരം കാണിച്ചിരിക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞ് ഈ തരത്തിലുള്ള ട്വിസ്റ്റിംഗ് ഒക്കെ നടത്തി ടോർപിഡോ ചെയ്താൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ടും കിട്ടാതെ വരുമെന്ന്, അതായത് കേന്ദ്രത്തിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന പാർട്ടി പോലും ഇത് ഈ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്, ഇത് കള്ളക്കണക്കാണ് എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ വളരെ ന്യായയുക്തമായ ഒരു എക്സ്പ്ലനേഷനാണ് ചീഫ് സെക്രട്ടറിയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളം തീർച്ചയായിട്ടും ഈ കണക്കുകൾ തന്നെ, അതായത് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന കണക്ക്, സെൻട്രൽ ഗവൺമെന്റിനെയോ കോടതിയെയോ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല, കൃത്യമായ ഒരു ഫോമാറ്റ്, ആ ഫോമാറ്റ് തയ്യാറാക്കിയത് ഈ തരത്തിലാണെങ്കിൽ ഫോമാറ്റ് തയ്യാറാക്കിയവരെയല്ലേ പറയേണ്ടത്, അല്ലാതെ ഗവൺമെന്റിനെ അല്ലല്ലോ. അപ്പൊ ആ ഫോമാറ്റിനനുസരിച്ച് അത് ഫില്ലപ്പ് ചെയ്ത് അതിനകത്ത് ഇത്ര എമൗണ്ട്സ് ഒക്കെ കാണിച്ച് അയച്ചിരിക്കുന്നു എന്നതിൽ കഴിഞ്ഞ് ആരെയും ഒരു തരത്തിലും പറ്റിക്കാനോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കവർന്നെടുക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വയനാട്ടിലെ ആ ഒഴുകിപ്പോയ 3 ഗ്രാമങ്ങളെ ഓർത്ത്, അവരുടെ സങ്കടം ഓർത്ത്, ഇത് തീർച്ചയായും സത്യമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കാം. ചേർന്ന് നിന്നുകൊണ്ട് എത്ര കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ കഴിയുമോ അത്രയും കൂടുതൽ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റിനെ സഹായിക്കുകയാണ്. ഈ സമയത്ത് വിമർശിക്കുക അല്ല വേണ്ടത്. അങ്ങനെ ഫണ്ടെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഗവൺമെന്റ് പ്രോമിസ് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും നിർവഹിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു വാഗ്വാദ പ്രളയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാഗ്വാദ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാം. അതുവരെ നാം ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.